السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഷെയ്ഖ് റഹിമഹുല്ല ഹൃദയത്തിലുണ്ടാകുന്ന വൻപാപങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അബുവാബു കബായിറിൽ ലിസാൻ, നാവിൽ അതല്ലെങ്കിൽ നാവുകൊണ്ട് സംഭവിക്കുന്ന വൻപാപങ്ങളുമായി ബന്ധപ്പെട്ട അധ്യായങ്ങളാണ് പിന്നീട് വിശദീകരിക്കുന്നത്. ആ ഭാഗത്ത് ഒന്നാമതായി അദ്ദേഹം പറഞ്ഞു, ബാബുൻ അത്തഹദീറു മിൻ ഷർറിൽ ലിസാൻ, നാവിൻ്റെ ഷർറിൽ നിന്നുള്ള താക്കീത്, ജാഗ്രത. അഥവാ കഴിഞ്ഞ ദർസിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ അധ്യായത്തിലെ ഏതാനും ചില തെളിവുകൾ, ആയത്തുകൾ, ഹദീസുകൾ നമ്മൾ വായിച്ചിരുന്നു. നാവുകൊണ്ട് ഖൈറായതും ഷർറായതും നമ്മൾ പറയാറുണ്ട്. അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ സംസാരിക്കും, അതിൽ ഷർറിനെ തൊട്ട് നമ്മൾ ഓരോരുത്തരും അങ്ങേയറ്റം ജാഗ്രത കൈക്കൊള്ളേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഷെയ്ഖ് റഹിമഹുല്ല ഈ അധ്യായത്തിൽ ആദ്യമായി ഉദ്ധരിച്ച ആയത്ത് സൂറത്തുൽ ഫുർഖാനിലെ 63-ാമത്തെ ആയത്താണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക് വേഗത്തിൽ പറഞ്ഞു പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. ഈ ആയത്താണ് ഷെയ്ഖ് റഹിമഹുല്ല ആദ്യമായി ഈ അധ്യായത്തിൽ ഉദ്ധരിച്ചത്. റഹ്മാനായ റബ്ബിൻ്റെ നല്ലവരായ അടിമകളുടെ അനേകം വിശേഷണങ്ങൾ അല്ലാഹു തആല സൂറത്തുൽ ഫുർഖാനിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ട ഒരു വിശേഷണമാണ് അവർ ഭൂമിയിലൂടെ മാന്യന്മാരായിക്കൊണ്ട് താഴ്മയോടെ വിനയത്തോടെ നടക്കുന്നവരാണ്. അഥവാ അവരുടെ നടത്തത്തിൽ മിതത്വം പാലിക്കുന്നവരാണവർ. അഹങ്കാരത്തിൻ്റെ നടത്തം റഹ്മാനായ റബ്ബിൻ്റെ നല്ലവരായ അടിമകൾ നടക്കുകയില്ല. നേരെ തിരിച്ച് വളരെ ദുർബലരായ ഒരു അവസ്ഥയിൽ അങ്ങനെയും നടക്കുകയില്ല. കാണുമ്പോൾ തന്നെ ദുർബലത തോന്നിക്കുന്ന രൂപത്തിൽ അങ്ങനെയും അവർ നടക്കുകയില്ല. മറിച്ച് ശാന്തമായി, സമാധാനത്തോടെ, വിനയാന്വിതരായി അങ്ങനെ നടക്കുന്നവരാണ്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അതോടൊപ്പം അല്ലാഹു പറഞ്ഞു, അവിവേകികൾ, വിവരമില്ലാത്ത ആളുകൾ അവരോട് വല്ലതും സംസാരിച്ചാൽ അവരുടെ തിരിച്ചുള്ള മറുപടി സുരക്ഷിതമായ വാക്കുകളിലൂടെയായിരിക്കും. തിന്മകളിൽ നിന്ന് മുക്തമായ നല്ല രൂപത്തിൽ പ്രതികരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, അവരുടെ പ്രതികരണം ഒന്നല്ലെങ്കിൽ നിനക്ക് അല്ലാഹു ഹിദായത്ത് നൽകട്ടെ, അതല്ലെങ്കിൽ അല്ലാഹു നിന്നെ നന്നാക്കട്ടെ, ആ രൂപത്തിലുള്ള മാന്യമായ മറുപടിയായിരിക്കും. ഇങ്ങോട്ട് അവിവേകം കാണിച്ചാൽ അവർ തിരിച്ചങ്ങോട്ടും അതുപോലെ പ്രതികരിക്കുകയില്ല. അത് അള്ളാഹുവിൻ്റെ നല്ലവരായ അടിമകളുടെ ലക്ഷണമല്ല, അടയാളമല്ല. രണ്ടാമതായി ഷെയ്ഖ് റഹിമഹുല്ല ആ അധ്യായത്തിൽ മറ്റൊരായത്ത് ഉദ്ധരിച്ചു, വഇദാ സമിഉൽ ലഗ്വ അഅറദു അൻഹു. സൂറത്തുൽ ഖസസിലെ ആയത്താണ്. അവർ ലഗ്വ് കേട്ടുകഴിഞ്ഞാൽ, ലഗ്വ് എന്ന് പറഞ്ഞാൽ കുല്ലു ബാത്തിൽ, എല്ലാ ബാത്തിലായ കാര്യങ്ങളും ലഗ്വിൽപ്പെടും. അഥവാ എന്തൊക്കെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഈ പറഞ്ഞ ലഗ്വ് എന്ന വാക്കിൽ ഉൾപ്പെടും.
അങ്ങനെയുള്ള ഒന്നിനോടും അള്ളാഹുവിൻ്റെ നല്ലവരായ അടിമകൾ അടുക്കുകയില്ല. മറിച്ച് അവർ അതിനെ തൊട്ട് തിരിഞ്ഞുകളയും. അത്തരം വർത്തമാനങ്ങൾ, അത്തരം ശബ്ദങ്ങൾ, അത്തരം സദസ്സുകൾ, അതിനെല്ലാം അവർ അവഗണിക്കും, അതിൽ നിന്നൊക്കെ തിരിഞ്ഞുകളയും. അത് സഹോദരങ്ങളെ നല്ലവരായ അള്ളാഹുവിൻ്റെ അടിമകളുടെ അടയാളത്തിൽപ്പെട്ടതാണ്. മറ്റൊരായത്ത് അദ്ദേഹം ഉദ്ധരിച്ചു, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യർ ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല, തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകരായ 2 മലക്കുകൾ അത് ഏറ്റെടുത്തിട്ടല്ലാതെ, രേഖപ്പെടുത്തിയിട്ടല്ലാതെ. ഈ ആയത്ത് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഉണർത്തലാണ്, താക്കീതാണ്. നമ്മുടെ വാക്കുകൾ എന്തുകൊണ്ട് നന്നാക്കണം, നമ്മുടെ നാവിൻ്റെ ഷർറിൽ നിന്ന് എന്തുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കണം. കാരണം നമ്മുടെ നാവിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഓരോ വാക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച 2 മലക്കുകൾ രേഖപ്പെടുത്തും, ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ അളന്ന് മുറിച്ച് ശ്രദ്ധിച്ച് പുറത്തേക്ക് വിടാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം എന്നതാണ് ആ ആയത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. അതിനുശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളാണ് ഉദ്ധരിച്ചത്. അതിൽ കഴിഞ്ഞ ദർസിൽ വായിച്ച ഹദീസാണ് അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു മർഫൂഅൻ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരാണോ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നത് അവർ നല്ലത് പറയട്ടെ, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ, മൗനം പാലിക്കട്ടെ. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ള ഓരോരുത്തരുടെയും മേൽ നിർബന്ധ ബാധ്യതയാണ് ഒന്നല്ലെങ്കിൽ ഖൈറ് പറയുക, നല്ലത് പറയുക. അതല്ലേ ഇനി ഒന്നും പറയാനില്ലേ, മൗനം പാലിക്കുക, മിണ്ടാതിരിക്കുക എന്നുള്ളത്. മറ്റൊരു ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചു, വലഹുമ, അഥവാ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും അവരുടെ സ്വഹീഹുകളിൽ ഉദ്ധരിച്ച മറ്റൊരു ഹദീസാണിത്. അൻ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു മർഫൂഅൻ. മഹാനായ സഹൽ ഇബ്നു സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, മൻ യദ്മൻ ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മൻ ലഹുൽ ജന്ന. ആരാണോ എനിക്ക് 2 താടിയല്ലുകൾക്കിടയിലുള്ളതിൻ്റെയും 2 കാലുകൾക്കിടയിലുള്ളതിൻ്റെയും കാര്യത്തിൽ ഉറപ്പ് നൽകുന്നത് അവന് നാം സ്വർഗം ഉറപ്പ് നൽകുന്നു. 2 താടിയല്ലുകൾക്കിടയിലുള്ളത് നമ്മുടെ നാവാണ്, 2 കാലുകൾക്കിടയിലുള്ളത് നമ്മുടെ ഗുഹ്യാവയവമാണ്. ഇത് രണ്ടും ആരാണോ സൂക്ഷിക്കുന്നത്, ഈ 2ൻ്റെയും തിന്മകളിൽ നിന്ന് ആരാണോ രക്ഷപ്പെടുന്നത് അവന് ഞാൻ സ്വർഗം ഉറപ്പ് നൽകുന്നു. ഈ ഹദീസും നമ്മൾ വിശദീകരിച്ചതാണ് കഴിഞ്ഞ ദർസിൽ. അതിനുശേഷം മറ്റൊരു ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചു, വഅൻ സുഫിയാൻ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഖാല. മഹാനായ സുഫിയാൻ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, അഖ്വഫു മാ തഖാഫു അലയ്യ. അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ കാര്യത്തിൽ അങ്ങ് എന്താണ് ഏറ്റവും അധികം ഭയപ്പെടുന്നത്? ഫഅഖദ ബിലിസാനി നഫ്സിഹി സുമ്മ ഖാല കുഫ അലൈക ഹാദാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വന്തം നാവ് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിനെ നീ പിടിച്ചു വെക്കുക, അഥവാ ഇതിൻ്റെ ഷർറിൽ നിന്നും നീ രക്ഷപ്പെടുക, നാവിൻ്റെ ഷർറിനെ തൊട്ട് നീ ജാഗ്രത പാലിക്കുക എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് മറുപടി പറയുകയുണ്ടായി. അഥവാ ആ കാര്യമാണ് ഒരാളെ നശിപ്പിച്ചു കളയുക, അതാണ് ഏറ്റവും അപകടം പിടിച്ചത് എന്ന ഉണർത്തലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. മറ്റൊരു ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചു, വലഹു, ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹം റിവായത്ത് ചെയ്തതാണ്. വസഹഹഹു, അദ്ദേഹം അത് സഹീഹാണെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. അൻ മുആദിൻ റളിയല്ലാഹു അൻഹു, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ഖുൽതു, അദ്ദേഹം പറഞ്ഞു, ഞാനൊരിക്കൽ ചോദിക്കുകയുണ്ടായി, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ,
വഇന്ന ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, നാം സംസാരിക്കുന്ന നമ്മുടെ സംസാരത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നമ്മെ പിടികൂടുമോ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സകിലത്ക ഉമ്മുക യാ മുആദ് വഹൽ യകുബ്ബു الناس على وجوههم ഔ ഖാല അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. മുആദേ, ജനങ്ങളെ അവരുടെ മുഖം കുത്തിയവരായിക്കൊണ്ട്, അതല്ലെങ്കിൽ അല മനാഖിരിഹിം അവരുടെ മൂക്ക് കുത്തിയവരായിക്കൊണ്ട് നരകത്തിലേക്ക് വീഴ്ത്തുന്നത് അവരുടെ നാവ് കൊയ്തെടുത്തതല്ലാതെ മറ്റെന്തു കാര്യമാണ്? അഥവാ നാവിൻ്റെ ഉപയോഗം, ആ നാവ് കൊണ്ടുള്ള തിന്മ ജനങ്ങളെ മുഖം കുത്തിയവരായിക്കൊണ്ട്, അതല്ലെങ്കിൽ മൂക്ക് കുത്തിയവരായിക്കൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയാൻ കാരണമായി തീരും എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. ശേഷം മറ്റൊരു ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്നു, വലഹു അൻ അബി സഈദ് റളിയല്ലാഹു അൻഹു മർഫൂഅൻ. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്ത ഹദീസാണിത്. ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹം തന്നെയാണ് ഇത് ഉദ്ധരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അസ്ബഹ ഇബ്നു ആദമ ഫഇന്നൽ അഅളാഅ കുല്ലുഹാ തുകഫിറുൽ ലിസാന തഖൂലു ഇത്തഖില്ലാഹ ഫീനാ ഫഇന്നമാ നഹ്നു ബിക ഇൻ ഇസ്തഖംത ഇസ്തഖംനാ വഇൻ ഇഅ്വജജ്ത ഇഅ്വജജ്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആദമിൻ്റെ പുത്രന് മനുഷ്യന് നേരം പുലരുമ്പോൾ, അഥവാ എല്ലാ ദിവസവും പ്രഭാതത്തിൽ നേരം പുലർന്നു കഴിഞ്ഞാൽ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും നാവിനോട് പറയും, നമ്മുടെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, കാരണം നിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. നീ നേരെയായാൽ ഞങ്ങളും നേരെയായി, നീ വളഞ്ഞുപോയാൽ ഞങ്ങളും വളഞ്ഞു പോകും. ഖൗലുഹു തുകഫിറു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തുകഫിറുൽ ലിസാൻ എന്ന് വന്നിട്ടുണ്ട്. നാവിനോട് ഓർമ്മപ്പെടുത്തും, പറയും എന്ന് പൊതുവേ നമ്മൾ അർത്ഥം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഐ തദില്ലു വതഖ്ലഉ, നാവിനോട് ശരീരത്തിലെ മറ്റുള്ള അവയവങ്ങളെല്ലാം താണ് കേണ് അപേക്ഷിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നാവ് അത്രയും അപകടകാരിയാണ്, അത് മോശമായി പോയാൽ എന്ന നിലക്ക് ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും അതിനോട് താണ് കേണ് വിനയത്തോടെ അപേക്ഷിക്കും. ഇത്തഖില്ലാഹ ഫീന, നീ ഞങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഇനി ഇസ്തഖംത ഇസ്തഖംന, നീ നേരെയായാൽ നിൻ്റെ വാക്ക് അഥവാ നീ പുറത്തേക്ക് വിടുന്ന സംസാരം അത് ശരിയായാൽ ഞങ്ങളും ശരിയാകും. കാരണം നാവ് പുറത്തു വിടുന്നതിനനുസരിച്ചാണ് ശരീരം അതിനെ പിൻപറ്റുക. അപ്പം അതുകൊണ്ട് നീ നേരെയായാൽ ഞങ്ങളും നേരെയായിത്തീരും. വൈനി അഅ്വജജ്ത ഇഅ്വജജ്ന, നീ എങ്ങാനും വളഞ്ഞുപോയാൽ അഥവാ നിൻ്റെ സംസാരം, നിൻ്റെ വാക്ക് തെറ്റിപ്പോയാൽ, മോശമായി പോയാൽ ഞങ്ങളും അതുപോലെ തന്നെ ആയിപ്പോകും എന്ന് ശരീരത്തിലെ അവയവങ്ങളെല്ലാം നാവിനോട് ഉണർത്തും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഹദീസാണ് നമ്മൾ അവസാനം വായിച്ചു വച്ചത്. ഇത് വളരെയധികം ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ സംസാരിക്കുന്നുണ്ട്, നാവിനോട് പറയുന്നുണ്ട്, നമ്മളത് കേൾക്കുന്നില്ല എന്നു മാത്രം. ശരീരത്തിലെ അവയവങ്ങൾ ഇതുപോലെ താണുകേണ് പറയണമെങ്കിൽ അതിൻ്റെ അപകടം എന്തുമാത്രം വലുതാണ് എന്നാണ് അതറിയിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, വഅസ്അലുക ഖൽബൻ സലീമ, അള്ളാഹുവെ കുറ്റമറ്റ ഹൃദയം ഞാൻ നിന്നോട് ചോദിക്കുന്നു, വലിസാനൻ സാദിഖ, സത്യസന്ധമായ നാവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ പ്രാർത്ഥനകളിൽ നമുക്ക് ഈ വാചകങ്ങൾ കാണാം. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് കൽബ്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി എന്ന ഹദീസ് പലതവണ നമ്മൾ കേട്ടതാണ്. അതേപോലെ തന്നെയാണ് നാവിൻ്റെ കാര്യവും. ഇത് രണ്ടും നന്നാക്കി തരാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാറുണ്ടായിരുന്നു എന്നാണ്. കാരണം കൽബും നാവും നന്നായാൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ ശരീരം നന്നായി തീർന്നുവെന്നാണ്. എല്ലാ ദിവസവും
നാവിനോട് ശരീരത്തിലുള്ള അവയവങ്ങൾ പറയുന്നു എന്നാണ്, നമ്മളത് കേട്ടില്ലെങ്കിലും. അതുകൊണ്ടാണ് സഹോദരങ്ങളെ നോക്കൂ, നമ്മൾ വിചാരിക്കും ശരീരത്തിലുള്ള അവയവങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതാ പരലോകത്ത് കുറ്റവാളികളായ ആളുകളെക്കുറിച്ച് പറയുന്ന ചില സംഭവങ്ങൾ, അവസ്ഥകൾ സൂറത്തു ഫുസ്സിലത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഹത്താ ഇദാ മാ ജാഊഹ ഷഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. അവർ പരലോകത്ത് നരകത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് അവരുടെ കാതും കേൾവിയും തൊലികളും അവർക്കെതിരിൽ സാക്ഷ്യം പറയും അവർ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച്. വഖാലു ലിജുലൂദിഹിം, അപ്പോൾ കുറ്റവാളികളായ ആളുകൾ തങ്ങളുടെ തൊലികളോട്, ശരീരത്തിലുള്ള അവയവങ്ങളോട് തിരിച്ചു ചോദിക്കും, ലിമ ഷഹിത്തും അലൈന, എങ്ങനെയാണ് നിങ്ങൾ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരിൽ ഈ സാക്ഷ്യം പറയുന്നത്? അള്ളാഹു പറയുകയാണ്, ഖാലു, അവർ പറയും, അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ഷൈഇൻ, എല്ലാറ്റിനെയും സംസാരിപ്പിച്ചവനായ അള്ളാഹു റബ്ബുൽ ആലമീൻ, അവനാണ് നമ്മളെയും സംസാരിപ്പിച്ചത്. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല സംസാരിക്കാൻ അവസരം കൊടുത്ത, എല്ലാറ്റിനെയും സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിക്കുന്നവനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് നമ്മളെയും സംസാരിപ്പിച്ചത് എന്നാണ്. നോക്കൂ, പരലോകത്ത് ഇതൊക്കെ സംസാരിക്കും. മറ്റൊരായത്തിൽ നമുക്ക് കാണാം, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അന്നേ ദിവസം അവരുടെ വായകൾക്ക് നാം മുദ്ര വയ്ക്കും, അഥവാ വായ പിന്നീട് തുറക്കാൻ സാധിക്കുകയില്ല. വതുകല്ലിമുന ഐദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും, കാലുകൾ അവർക്കെതിരിൽ സാക്ഷ്യം പറയും അവർ പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ച്. സഹോദരങ്ങളെ നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് നമ്മുടെ അവയവങ്ങൾ സംസാരിക്കുന്ന രംഗം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നാവിനോട് അവയവങ്ങൾ എങ്ങനെ സംസാരിക്കും എന്നത് നമ്മൾ കേട്ടില്ലെങ്കിലും അതിൽ യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയിച്ചു തന്ന കാര്യമാണിത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നാവിൻ്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അത്രയും ഗൗരവപ്പെട്ട കാര്യമാണ് നമ്മുടെ നാവിൻ്റെ ഉപയോഗം എന്നതാണ്. ശേഷം ശൈഖ് റഹിമഹുല്ലാ മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുന്നു, വഅൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു മർഫൂഅൻ, മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി. അവിടുന്ന് പറഞ്ഞു, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമതി മാ യതബയ്യനു ഫീഹാ യസില്ലു ബിഹാ ഫിന്നാരി അബ്അദ മിമ്മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി അഖ്റജാഹു. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ച ഹദീസാണിത്. ഒരടിമ ഒരു വാക്ക് സംസാരിക്കും, മാ യതബയ്യനു ഫീഹ, അവൻ ആ സംസാരിച്ച സംസാരത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവുകയില്ല. അതിൻ്റെ ഗൗരവം, ആ വാക്കിൻ്റെ അപകടം, അതിനെക്കുറിച്ച് അവൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവുകയില്ല. യസില്ലു ബിഹാ ഫിന്നാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ ഒരു വാക്ക് അവൻ സംസാരിച്ചത് കാരണത്താൽ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ എത്ര ദൈർഘ്യമുണ്ടോ അതുപോലെയുള്ള നരകത്തിലേക്ക്, അഗാധ ഗർത്തത്തിലേക്ക് അവൻ പതിക്കുന്നതാണ്. ഒരു വാക്ക് ഒരാൾ സംസാരിക്കും, അഥവാ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത മോശമായ തിന്മയായ വല്ലതും സംസാരിക്കും. സാധാരണ നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ വിശദീകരിച്ചതുപോലെ ഒരുപാട് സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ പലതും കടന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതുപോലെ പറഞ്ഞയാൾ അത് കാര്യമാക്കിയിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ, തീർച്ചയായും ഒരു അടിമ ഒരു വാക്ക് സംസാരിക്കും, മാ യതബയ്യനു ഫീഹ, ആ വാക്കിനെ കുറിച്ച് അവൻ
ഗൗനിക്കുകയില്ല, ചിന്തിക്കുകയില്ല. ഞാൻ എന്താണ് ഈ പറഞ്ഞത്, ഈ വാക്കിൻ്റെ അപകടം എന്തുമാത്രം വലുതാണ് എന്നത് ചിന്തിക്കാതെ അവൻ പറയും. പക്ഷെ ആ ഒരു വാക്ക് കൊണ്ട് അവൻ ചെന്നു പതിക്കുന്ന അപകടം നോക്കൂ നിങ്ങൾ. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. കിഴക്കും പടിഞ്ഞാറിനുമിടയിൽ എത്ര ദൈർഘ്യമുണ്ടോ അത്രയും ദൈർഘ്യമുള്ള നരകത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് ആ ഒരു വാക്ക് കൊണ്ട് അയാൾ പതിക്കുമെന്നാണ്. അപ്പം അതുപോലുള്ള കുറേ വാക്ക് പറഞ്ഞാലോ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇത് നമ്മെ പേടിപ്പെടുത്തേണ്ട ഒരു ഹദീസാണ്, മുൻകഴിഞ്ഞ ഹദീസുകൾ പോലെ. വാക്കുകൾ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അളന്ന് മുറിച്ചുകൊണ്ടായിരിക്കണം പുറത്തേക്ക് വിടേണ്ടത്. കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു, മൂന്നാലൊരു അവസ്ഥകളാണ് നമ്മുടെ വാക്കുകൾക്കുണ്ടാവുക. ഒന്നല്ലെങ്കിൽ ശരിയാണ്, ഖൈറാണ്, നല്ലതാണ്, ഉപകാരപ്രദമാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് പറയുക. രണ്ടാമത്തേത് ഉറപ്പായിട്ടും അത് തെറ്റാണ് എന്ന് ബോധ്യമുണ്ടാകും, അത് പറയരുത്. മൂന്നാമത്തെ ഒരവസ്ഥ ഇത് നല്ലതാണോ ചീത്തയാണോ ഖൈറാണോ ഷർറാണോ എന്ന സംശയമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മൾ ആ വിഷയത്തിൽ പറഞ്ഞിരുന്നു. ഫമൻ ഇത്തഖ ശുബ്ഹാത്ത്, സംശയമുള്ള കാര്യത്തെ ആരെങ്കിലും സൂക്ഷിച്ചാൽ, ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി, അവൻ തൻ്റെ ദീനും അവൻ്റെ അഭിമാനവും സംരക്ഷിച്ചിരിക്കുന്നു. മറ്റൊരു ഹദീസ് കാണാം, ദഅ മാ യരീബുക ഇലാ മാ ലാ യരീബുക, സംശയമുള്ള ഒരു കാര്യത്തിൽ നിന്ന് സംശയമില്ലാത്തതിലേക്ക് മടങ്ങുക. അപ്പോൾ സംശയമുള്ള വാക്കുകളാണെങ്കിൽ അത് പിടിച്ചു നിർത്തുക എന്നതാണ്. ഇപ്പോൾ സഹോദരങ്ങളെ നോക്കൂ, ഒരു വാക്ക് സംസാരിച്ചു പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ, അങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ ചിലപ്പോൾ നമ്മുടെ നാവുകളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടാകും. അള്ളാഹു എനിക്കും നിങ്ങൾക്കും പുറത്തു നൽകുമാറാവട്ടെ. ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത, അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത ഒരു വാക്ക് മതി നരകത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് നമ്മൾ ചെന്നു പതിക്കാൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുന്നു. വലിത്തിർമിദി വസഹഹഹു അൻ ബിലാൽ ബിനിൽ ഹാരിസി റളിയല്ലാഹു അൻഹു മർഫൂഅൻ. ഇമാം അത്തിർമിദി റഹിമഹുല്ലാ അദ്ദേഹം റിവായത്ത് ചെയ്ത ഹദീസാണ്, അദ്ദേഹം സഹീഹാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. മഹാനായ ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഇന്നർ റജുല ലയതകല്ലമു ബിൽ കലിമതി മിൻ റിദ്വാനില്ലാഹി മാ കാന യദുന്നു അൻ തബ്ലുഗ മാ ബലഗത് യക്തുബുല്ലാഹു ലഹു ബിഹാ റിദ്വാനഹു ഇലാ യൗമി യൽഖാഹു വ ഇന്നർ റജുല ലയതകല്ലമു ബിൽ കലിമതി മിൻ സഖത്തില്ലാഹി തആല മാ കാന യദുന്നു അൻ തബ്ലുഗ മാ ബലഗത് യക്തുബുല്ലാഹു ലഹു സഖതഹു ഇലാ യൗമി യൽഖാഹു. നേരത്തെ നമ്മൾ വായിച്ച ഹദീസിൽ ഒരു വാക്ക് എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു വാക്ക് എന്താണ് എന്ന് വിശദീകരിക്കുന്ന ഹദീസുകളാണ് ഇനിയുള്ള ചില ഹദീസുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നർ റജുല ലയതകല്ലമു ബിൽ കലിമതി മിൻ റിദ്വാനില്ലാഹ്, അള്ളാഹുവിന് തൃപ്തിയുള്ള ഒരു വാക്ക് ഒരാൾ സംസാരിക്കും. ആ ഒരു വാക്ക് അള്ളാഹുവിന് തൃപ്തിയുള്ള വാക്കായിരിക്കും. ഏതുമാവട്ടെ, നന്മയായ നല്ല ഉപകാരപ്രദമായ ഒരു വാക്ക് ഒരടിമ ഒരാൾ സംസാരിക്കും. മാ കാന യദുന്നു അൻ തബ്ലുഗ മാ ബലഗത്, ആ വാക്ക് കൊണ്ട് എവിടെയൊക്കെയാണ് അതെത്തിച്ചേരുക, അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് എന്താണ് സ്ഥാനമുണ്ടാവുക എന്ന് അയാൾ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. അങ്ങനെയുള്ള അള്ളാഹുവിന് തൃപ്തിയുള്ള വാക്കായിരിക്കും അത്. എന്താണ് അതുകൊണ്ടുള്ള ഉപകാരം? യക്തുബുല്ലാഹു ബിഹാ റിദ്വാനഹു ഇലാ യൗമി യൽഖാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരേക്കും അള്ളാഹുവിൻ്റെ തൃപ്തി അയാൾക്ക് രേഖപ്പെടുത്തും. അള്ളാഹുവിന് ഇഷ്ടമുള്ള വാക്കുകൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ വന്നതുപോലെ അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ വാക്കുകൾ 4 എണ്ണമാകുന്നു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇത് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ വാക്കുകളാണ്. ഒരടിമ
ഇതാണ് ഉരുവിട്ടത് എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമായിരിക്കും ആ വാക്ക് കൊണ്ട് അയാൾക്ക് ലഭിക്കുക. ഇത് വലിയ പദവിയിലേക്ക് അയാളെ ഉയർത്തും. അയാൾ പോലും ചിന്തിച്ചു കാണുകയില്ല. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖിയാമത്ത് നാൾ വരേക്കും അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹു അയാൾക്ക് രേഖപ്പെടുത്തും. സഹോദരങ്ങളെ, അള്ളാഹുവിന് തൃപ്തിയുള്ള വാക്കുകൾ, സംസാരങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിനുള്ള ദിക്റുകൾ. ഈ പറഞ്ഞ ദിക്റുകൾ, സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ. ഈ ദിക്റുകൾക്കൊരു പ്രത്യേകതയുണ്ട്. എണ്ണവും കണക്കുമില്ലാതെ നമുക്ക് എത്രയും ചൊല്ലാം. എണ്ണവും കണക്കുമില്ലാതെ എത്രയും ചൊല്ലാവുന്ന ദിക്റുകളാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലഅൻ അഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ ത്വലഅത് അലൈഹി ശംസു. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നു പറയലാണ് സൂര്യൻ എന്തിൻ്റെയൊക്കെ മുകളിൽ ഉദിക്കുന്നുവോ അതിനേക്കാളെല്ലാം എനിക്കിഷ്ടം. നമുക്ക് സൂര്യൻ എന്തിൻ്റെയൊക്കെ മുകളിൽ ഉദിക്കുന്നുവോ, അഥവാ ദുനിയാവിലുള്ള എല്ലാറ്റിനേക്കാളും എനിക്കിഷ്ടം ഞാൻ ഇങ്ങനെ പറയലാണ്. ഏതാണത്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്ന ദുൽഹിജ്ജയിലെ ഈ ദിവസങ്ങളിൽ ഈ ദിക്റുകൾ കൂടുതൽ ഉരുവിടാൻ നാം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ നമ്മൾ കേട്ട് കാണും ഖുതുബകളിൽ. ഫഅക്സിറൂ ഫീഹിന്ന, ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത്തസ്ബീഹ വത്തഹ്ലീല വത്തക്ബീർ. ഇതാണത്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇങ്ങനെയുള്ള ദിക്റുകൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ വാക്കുകളാണ്. അതുപോലെ നല്ല സംസാരങ്ങൾ, നല്ല ഉപദേശങ്ങൾ, ഖുർആൻ പാരായണം, നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ, ഇതൊക്കെ നല്ല വാക്കുകളാണ്. അത്തരത്തിലുള്ള വല്ല വാക്കും ഒരടിമ ഉരുവിടും, സംസാരിക്കും. ആ ഒരു വാക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ തൃപ്തികരമായ വാക്കായതുകൊണ്ട് തന്നെ അയാൾ വിചാരിക്കാത്ത സ്ഥലത്താണ് അതിൻ്റെ പദവി ഉയരുക. ഏതുവരെ? ഖിയാമത്ത് നാൾ വരേക്കും അള്ളാഹുവിൻ്റെ തൃപ്തി അയാൾക്ക് രേഖപ്പെടുത്തും. നേരെ തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്ന റജുല ലയതകല്ലമു ബിൽ കലിമതി മിൻ സഖത്തില്ലാഹി തആല മാ കാന യദുന്നു അൻ തബ്ലുഗ മാ ബലഗത് യക്തുബുല്ലാഹു ലഹു സഖതഹു ഇലാ യൗമി യൽഖാ. ഒരടിമ അള്ളാഹുവിന് വെറുപ്പുള്ള വല്ല വാക്കും സംസാരിക്കും. അത് എവിടെയൊക്കെ എത്തും, എന്താണതിൻ്റെ അനന്തരഫലം എന്ന് അയാൾ ചിന്തിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരേക്കും അള്ളാഹുവിൻ്റെ കോപം അയാളുടെ മേൽ രേഖപ്പെടുത്തും. അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത വാക്കുകളെന്ന് പറഞ്ഞാൽ തിന്മ, മോശമായ എന്തൊക്കെയുണ്ടോ അതൊക്കെ അതിൽപ്പെടും. അത് കളവായാലും ഗീബത്തായാലും നമീമത്തായാലും കള്ളസാക്ഷ്യമായാലും കള്ളസത്യം പറയലായാലും ഏത് റബ്ബിന് വെറുപ്പുള്ള ഏത് കാര്യമായാലും അത് ഒരടിമയെ എത്തിക്കുന്ന അപകടം ഇതാണ്. ഖിയാമത്ത് നാൾ വരേക്കും അള്ളാഹുവിൻ്റെ കോപം അയാളുടെ മേൽ അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ്. സഹോദരങ്ങളെ നോക്കൂ, പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഒരാൾ നല്ല വാക്ക് സംസാരിക്കുക എന്നത് ഖിയാമത്ത് നാൾ വരേക്കും അള്ളാഹു അയാൾക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞല്ലോ. ഒരാൾ ദീനിൽ ഉറച്ചു നിൽക്കാൻ അത് സഹായിക്കുമെന്നാണ്. ഒരാൾ ദീനിലുണ്ടാകും, മരണം വരെ ഇസ്തിഖാമത്തിലായിരിക്കും, ദീനിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല എന്നതിന് തെളിവാണ് അയാളുടെ സംസാരം നന്നാക്കുക എന്നത്. കാരണം എന്താ? അള്ളാഹുവിന് തൃപ്തിയുള്ള വാക്കുകളാണ് നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എങ്കിൽ അയാളെ അള്ളാഹു തെറ്റിച്ചു കളയുകയില്ല. ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിൻ്റെ തൃപ്തി അയാൾക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അയാൾ എങ്ങനെ വഴിതെറ്റാനാണ്? നേരെ തിരിച്ചാണെങ്കിൽ
ഈ ശരിയായ പാതയിൽ നിന്നും തെറ്റിപ്പോകാൻ അത് മതിയായതാണ്. കാരണം അള്ളാഹുവിൻ്റെ കോപമാണ് അള്ളാഹു അയാൾക്ക് രേഖപ്പെടുത്തുക. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന തൊട്ട് മുന്നേ നമ്മൾ കേട്ടു, വഅസ്അലുക ഖൽബൻ സലീമൻ വലിസാനൻ സാദിഖ. സലീമായ കുറ്റമറ്റ ഹൃദയവും സത്യസന്ധമായ നാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ചോദിച്ചത്. ഹൃദയത്തിൽ ഒരു കേടുപോലുമില്ലാത്ത അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതാണ്. നാവിൽ ഒരു ഹർഫ് പോലും മോശമായത് വരാത്ത നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അത് പ്രാർത്ഥിച്ചത്. നമ്മൾ എത്ര കണ്ട് പ്രാർത്ഥിക്കണം എന്നത് സഹോദരങ്ങളെ നാം ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് നമ്മുടെ വാക്ക് നന്നാവാൻ, അള്ളാഹുവിൻ്റെ തൃപ്തിയിലാവാൻ നമ്മൾ ശ്രദ്ധിക്കണം. വരുന്നതൊക്കെ പുറത്തേക്ക് വിടുക എന്നത് നമുക്ക് പാടില്ലാത്തതാണ്. അതാണ് ആദ്യം നമ്മൾ കേട്ട ആയത്തിലുള്ളത്. ഇബാദുർ റഹ്മാൻ, നല്ലവരായ അടിമകളുടെ വിശേഷണമാണ്. അവർ അവരുടെ നടത്തത്തിലും അവരുടെ സംസാരത്തിൻ്റെ കാര്യത്തിലും സൂക്ഷ്മതയുള്ളവരാണ്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഷെയ്ഖ് റഹിമഹുല്ല മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുന്നു. വലി മുസ്ലിമിൻ അൻ ജുന്ദുബ് ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു മർഫൂഅൻ, മഹാനായ ജുന്ദുബ് ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിവായത്ത് ചെയ്യുന്നു. ഇത് ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ വന്ന റിവായത്താണിത്. അദ്ദേഹം പറഞ്ഞു, അന്ന റജുലൻ ഖാല, ഒരാൾ ഇപ്രകാരം പറയുകയുണ്ടായി, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാനിൻ, അള്ളാഹുവാണ് ഇന്നയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. ഫഖാല അല്ലാഹു അസ്സ വജല്ല, അള്ളാഹു റബ്ബുൽ ആലമീൻ അപ്പോൾ പറഞ്ഞു, മൻ ദല്ലദി യതഅല്ലാ അലയ്യ അല്ലാ അഗ്ഫിറ ലിഫുലാനിൻ ഇന്നി ഖദ് ഗഫർതു ലഹു വഅഹ്ബത്തു അമലക്. ആരാണ് എൻ്റെ മേൽ സത്യം ചെയ്തു പറഞ്ഞത് ഞാൻ ഇന്നയാൾക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന്? ആരാണ് അങ്ങനെ സത്യം ചെയ്യാൻ അവൻ അനുവാദം നൽകിയത്? ഇന്നി ഖദ് ഗഫർതു ലഹു, അവൻ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അയാൾക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. വഅഹ്ബത്തു അമലക്, ഇത് പറഞ്ഞ നിന്റെ കർമ്മങ്ങൾ ഞാൻ പൊളിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു. വറുവിയ അന്നൽ ഖായില റജുലുൻ ആബിദുൻ, ഈ പറഞ്ഞ വ്യക്തി അഥവാ അള്ളാഹുവാണ്, അള്ളാഹു ഇന്നയാൾക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ വ്യക്തി റജുലുൻ ആബിദുൻ, അള്ളാഹുവിനെ നന്നായി ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഖാല അബൂ ഹുറൈറ, ഈ സംഭവം വിവരിച്ചതിന് ശേഷം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, തകല്ലമ ബികലിമത്തിൻ, ഈ മനുഷ്യൻ ആബിദായ നല്ല ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരാൾ ഒരു വാക്കാണ് അയാൾ സംസാരിച്ചത്. ഔബഖത് ദുനിയാഹു വ ആഖിറതഹു, ആ ഒരൊറ്റ വാക്കുകൊണ്ട് അയാളുടെ ദുനിയാവും ആഖിറത്തും നശിച്ചു പോവുകയുണ്ടായി. ഇതാണ് നേരത്തെ പറഞ്ഞൊരു വാക്ക്. ഒരു വാക്ക് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു വാക്ക് ഇതുപോലെയുള്ള വാക്കുകളാണ്. ഈ സംഭവം മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഇതിൻ്റെ പൂർണ്ണ രൂപം ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഴയ കാലത്ത് ജീവിച്ച രണ്ട് വ്യക്തികളെക്കുറിച്ച് സഹാബത്തിന് പറഞ്ഞു കൊടുത്തു. കാന റജുലാനി ഫി ബനി ഇസ്രായീല മുതവാഖിയൈനി, ബനു ഇസ്രായേലിയരിൽ അഥവാ പഴയ കാലത്ത് ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികളുണ്ടായിരുന്നു. രണ്ട് ആളുകൾ, ഒരുപോലെയുള്ള രണ്ടാളുകൾ, അഥവാ ഫകാന അഹദുഹുമ യുദ്നിബു വൽ ആഖറു മുജ്തഹിദുൻ ഫിൽ ഇബാദ, അതിലൊരാൾ പാപിയായിരുന്നു, തിന്മകൾ ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. മറ്റേയാൾ നന്നായി ഇബാദത്ത് ചെയ്യുന്ന ആളായിരുന്നു. ഫകാന ലാ യസാലുൽ മുജ്തഹിദു യറൽ ആഖറ അല ദംബി ഫയഖൂൽ അഖ്സിർ, നന്നായി ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ആബിദായ ഈ മനുഷ്യൻ മറ്റേയാളെ കാണുമ്പോൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, അഖ്സിർ, നീ ചുരുക്ക്, നീ നിർത്ത്, നീ നന്നാവ് എന്നെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഫവജദ യൗമൻ അലാ ദംബിൻ ഫഖാല ലഹു അഖ്സിർ, അങ്ങനെ ഒരിക്കൽ ഈ മനുഷ്യനെ ഒരു തിന്മ ചെയ്തുകൊണ്ടിരിക്കെ ഇയാൾ കാണുകയുണ്ടായി.
അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, അക്സിർ, നീ നിർത്ത്, അവസാനിപ്പിക്ക്. ഫഖാല, അപ്പോൾ ഈ തെറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ പറഞ്ഞു, ഖല്ലിനി, നീ എന്നെ വെറുതെ വിട്ടേ. വറബ്ബി അബുഇസ്ത അലയ്യ റഖീബൻ, എൻ്റെ റബ്ബ് എന്നെ നിരീക്ഷിക്കാൻ നിന്നെ ഏൽപ്പിച്ചതാണോ? നീ എൻ്റെ പിന്നാലെ എന്തിനാണ് ഇങ്ങനെ കൂടുന്നത്? നീ എന്നെ വിട്ടേക്ക്, എൻ്റെ കാര്യവുമായി എന്നെ വിട്ടേക്ക് എന്നയാൾ തിരിച്ചു പറഞ്ഞു. ഫഖാല, അപ്പോൾ ഈ ആബിദായ മനുഷ്യൻ അയാൾ പറഞ്ഞു, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക്, അള്ളാഹുവാണ്, നിനക്ക് അള്ളാഹു ഒരിക്കലും പുറത്തു തരികയില്ല. ഔ, അതല്ലെങ്കിൽ മറ്റു ചില റിവായത്തിൽ പറഞ്ഞതുപോലെ ലാ യുദ്ഖിലുകല്ലാഹുൽ ജന്ന, അള്ളാഹു നിന്നെ ഒരിക്കലും സ്വർഗത്തിലാക്കുകയില്ല. ഫഖബല അർവാഹഹുമാ ഫജ്തമഅ ഇൻദ റബ്ബിൽ ആലമീൻ ഫഖാല ലിഹാദൽ മുജ്തഹിദ്, അള്ളാഹു തആല ആ രണ്ടുപേരെയും മരിപ്പിച്ചു. അങ്ങനെ അവരുടെ മരണശേഷം അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ഒരുമിച്ചുകൂടി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇയാളോട് തിരിച്ചു ചോദിച്ചു, അകുൻത ബി ആലിമൻ ഔ കുൻത അലാ മാ ഫി യദി ഖാദിറൻ, എന്നെക്കുറിച്ച് നീയാണോ ഏറ്റവും നന്നായി അറിയുന്നവൻ, അതല്ല എൻ്റെ അധികാരത്തെക്കുറിച്ച്, ഞാൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നീയാണോ ഏറ്റവും നന്നായി അറിയുന്നത്? അഥവാ അള്ളാഹു എന്താണ് പ്രവർത്തിക്കുന്നത്, അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നിനക്കാണോ അറിയുന്നത് എന്ന അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളോട് ചോദിക്കുകയുണ്ടായി. ഫഖാല ലിൽ മുദ്നിബ്, എന്നിട്ട് അള്ളാഹു തിന്മ ചെയ്ത ഈ മനുഷ്യൻ, തിന്മ ചെയ്തുകൊണ്ടിരുന്ന ആ മനുഷ്യനോട് പറഞ്ഞു, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്നത ബിറഹ്മതി, എൻ്റെ കാരുണ്യപ്രകാരം, എൻ്റെ കാരുണ്യത്താൽ നീ പോയി സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. വഖാല ലിൽ ആഖർ, നല്ല ആബിദായ മറ്റേയാളോട് അള്ളാഹു പറഞ്ഞു, ഇദ്ഹബൂ ബിഹി ഇലന്നാർ, അയാളുടെ കാര്യത്തിൽ അയാളെയും കൊണ്ട് നരകത്തിൽ അയാളെ വലിച്ചെറിയാൻ പറയുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഈ സംഭവം സഹോദരങ്ങളെ നോക്കൂ, ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുള്ളതാണ്. തെറ്റുകൾ ചെയ്യുന്ന, തിന്മകളിൽ അകപ്പെട്ടു പോയ ആളുകളെ കാണുമ്പോൾ നിരന്തരം ഉപദേശിക്കുന്ന ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട്, നീ ഒരിക്കലും നന്നാവില്ല. അല്ലെങ്കിൽ ചില ആളുകളെക്കുറിച്ച് പറയുന്നതായി കാണാം, ഓനെന്നെ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഓൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഓനിൽ എന്ത് നന്മ പ്രതീക്ഷിക്കാനാണ്. സഹോദരങ്ങൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച ചോദ്യം, അള്ളാഹുവിനെക്കുറിച്ച്, എന്നെക്കുറിച്ച് നീയാണോ നന്നായി അറിയുന്നവൻ? എൻ്റെ കയ്യിൽ എന്താണ്, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ കഴിവിനെക്കുറിച്ച് നിനക്കാണോ നന്നായി അറിയുന്നത്? നമുക്കാണ് അറിയുന്നത്. അയാൾക്ക് ഹിദായത്ത് കിട്ടുമോ ഇല്ലേ, അയാൾ നന്നാവോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. നമുക്ക് പറഞ്ഞു കൊടുക്കാനാണ് അള്ളാഹു തആല നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഈ ഹദീസ് നോക്കൂ നിങ്ങൾ. ഷെയ്ഖ് റഹിമഹുല്ലാ ഉദ്ധരിച്ച ഹദീസിൻ്റെ വിശദമായ റിവായത്താണത്. നമ്മിൽ പലരും പലപ്പോഴും പറയാറുള്ള വാക്കാണിത്. ഈ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണിത്. മറിച്ച് അള്ളാഹു നിന്നെ നന്നാക്കട്ടെ, അള്ളാഹു നിനക്ക് ഹിദായത്ത് നൽകട്ടെ എന്നാണ് നമ്മൾ പറയേണ്ടത്. അത് എത്ര പാപിയായ മനുഷ്യനായാലും അവനോട് നിരന്തരം പ്രബോധനം ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. എപ്പോഴൊക്കെ പറയാൻ അവസരം കിട്ടുന്ന അപ്പോഴൊക്കെ നമ്മൾ പറയണം. മരണം വരെ, മരിക്കുന്ന ആ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയണം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന മാതൃകയാണ്. അബൂ താലിബിനോട് അവസാന സമയം വരെ പറഞ്ഞു, അവസാന സമയം വരെ പറഞ്ഞു, ഒരു വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു വാക്ക് ഉച്ചരിക്കാൻ. അവിടുന്ന് മുന്നേ പറഞ്ഞില്ല അബൂ താലിബ് ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞിട്ടില്ല, പ്രതീക്ഷയിലായിരുന്നു. അതുകൊണ്ടാണ് അവിടത്തേക്ക് വിഷമം തോന്നിയത്. അബൂ താലിബിന് ഹിദായത്ത് ലഭിക്കാത്തതിൻ്റെ പേരിൽ പ്രയാസം തോന്നിയത് അതുകൊണ്ടാണ്. സഹോദരങ്ങളെ, അതിൽ നമുക്ക് മാതൃകയുണ്ട്. നോക്കൂ, ഈ ഹദീസിൽ ആബിദായ ഒരു മനുഷ്യനാണ്, നല്ല ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ, അയാളുടെ ഒരു വാക്ക് ദുനിയാവും ആഖിറത്തും നശിപ്പിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. തകല്ലമ ബികലിമത്തിൻ, ഒരു വാക്കാണ് അയാൾ സംസാരിച്ചത്. അതാണ് നേരത്തെ നമ്മൾ കേട്ട ഹദീസ്, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ,
തീർച്ചയായും ഒരടിമ ഒരു വാക്ക് സംസാരിക്കും, മാ യതബയ്യനു ഫീഹ, അതിനെക്കുറിച്ച് അയാൾ ചിന്തിക്കുകയില്ല. വല്ലാഹി, അള്ളാഹു സത്യം എന്ന് പറഞ്ഞിട്ട് നിനക്ക് അള്ളാഹു പുറത്തു തരികയില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ ചിന്തിച്ചില്ല ആ വാക്കിൻ്റെ ഗൗരവം എന്താണ്, ഈ ആളെക്കുറിച്ച് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഈ പറഞ്ഞ വ്യക്തിക്കറിയില്ല. അതുകൊണ്ടാണ് അള്ളാഹു ചോദിച്ചത്, അക്കുൻ ചബി ആലിമൻ, എൻ്റെ കാര്യത്തിൽ എന്നേക്കാൾ നന്നായി നീയാണോ അറിയുന്നവൻ? അതല്ല, ഞാൻ എന്തു പ്രവർത്തിക്കണം, എൻ്റെ കൈകളിലുള്ളത്, എൻ്റെ പ്രവർത്തനം എന്താണ് എന്ന് നീയാണോ അറിയുന്നവൻ? അള്ളാഹു ഷിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് പുറത്തു കൊടുത്തേക്കാം. അതല്ലെങ്കിൽ ഷിർക്കിലായി മുങ്ങി ജീവിച്ച മനുഷ്യന് ഹിദായത്ത് നൽകിയേക്കാം. എത്ര ആളുകളുണ്ട് വർഷങ്ങളോളം താടിയും തലയും നരക്കുന്നതുവരെ ഷിർക്കിലായി അതിൻ്റെ നേതാക്കന്മാരായി ജീവിച്ച് അവസാന സമയത്ത് ഹിദായത്ത് ലഭിച്ച എത്ര ആളുകളുണ്ട്. അപ്പോൾ നേരത്തെ വിധി എഴുതാൻ നമുക്ക് അനുവാദമില്ല. ആ ഒരു വാക്കുമതി നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകാൻ. അല്ലാഹു അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു, മറ്റേ ആളുടെ അമലുകൾ പൊളിച്ചു കളഞ്ഞു, അഥവാ അയാൾ നരകത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ്. ഒരാളെക്കുറിച്ചും വിധി എഴുതാൻ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മുടെ കയ്യിൽ സ്കെയിലും അളവുകോലും അള്ളാഹു തന്നിട്ടില്ല. അമലുകൾ തൂക്കുന്ന മെഷീനും ഇതൊന്നും നമ്മുടെ കയ്യിലില്ല. അതൊക്കെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്തോളും. അള്ളാഹുവിൻ്റെ മലക്കുകൾ നിരീക്ഷിച്ച് രേഖപ്പെടുത്തിക്കൊള്ളും. നമ്മൾ പിന്നാലെ കൂടേണ്ടതില്ല. നമ്മൾ ആളുകളുടെ കർമ്മങ്ങൾ നോക്കി നടക്കേണ്ടതില്ല. മറിച്ച് തെറ്റു കണ്ടാൽ തിരുത്തുക, കൈപിടിക്കുക, അതല്ലെങ്കിൽ നാവ് കൊണ്ട് ശബ്ദിക്കുക. ഇനി അതിനും സാധിക്കുന്നില്ലേ, മനസ്സുകൊണ്ട് വെറുത്ത് മാറി നിൽക്കുക. ഇതാണ് നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ മേൽ ഒരു കടന്നുകയറ്റം നമുക്ക് അനുവാദമില്ല. നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം, ഈ ആൾ അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരം വെച്ച് പുലർത്തി. പാപിയായ മനുഷ്യൻ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള സൂഉദ്ദന്നാണ്, ഒരിക്കലും പാടില്ല. നമ്മൾ മുന്നേ പഠിച്ചിരുന്നു, ഹൃദയത്തിൽ ഉണ്ടാകുന്ന വൻപാപത്തിൽപ്പെട്ടതാണെന്ത്? അള്ളാഹുവിനെ കുറിച്ച് മോശമായി വിചാരിക്കൽ. മാത്രമല്ല, ഈ പാപിക്ക് നിരാശ ഇട്ടുകൊടുക്കുന്ന വാക്കാണത്. പാപി അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് ചിന്തിച്ച് മാറാനുള്ള അവസരം ഇയാൾ നശിപ്പിക്കുകയാണ്. ഒരിക്കലും അള്ളാഹു പുറത്തു തരില്ല, നീ എന്നെ നന്നാവൂല എന്ന് പറഞ്ഞാൽ അള്ളാഹു പുറത്തു തരികയില്ല എന്ന ചിന്തയാണ് അയാളുടെ മനസ്സിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. നമ്മുടെ നാവ് ചലിപ്പിച്ചതുകൊണ്ട് എത്ര അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇനിയും നമുക്ക് പരിശോധിക്കാൻ അവസരമുണ്ട്. നമ്മുടെ ഒരു വാക്കായിരിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല, പക്ഷെ അതിൻ്റെ അനന്തരഫലം അത് കേട്ട ആളുകളിൽ പ്രതിഫലിച്ചിട്ടുണ്ടാകും. പലരും ദീന് വിട്ടു പോയിട്ടുണ്ടാകും, പലരും ഖൈർ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകും, നന്മയിൽ നിന്ന് അകന്നു നിന്നിട്ടുണ്ടാകും. ഒക്കെ നമ്മുടെ വാക്കായിരിക്കും, നമ്മുടെ ഒരു വാക്കായിരിക്കും. പലപ്പോഴും ഒരുപാട് കാലം പള്ളിയിലേക്ക് വരാത്ത ഒരാൾ പള്ളിയിലേക്ക് വരുമ്പോൾ അല്ലാ നീയാ എന്ന് ചോദിച്ചാൽ അതോടുകൂടി അയാൾ തിരിച്ചു പോകും. ആ ഒരു വാക്ക് ഈ പരിധിയിൽ വരും. ആ ഒരു വാക്ക് ഇതിൻ്റെ പരിധിയിലാണ്. കാരണം ആ വാക്ക് അയാളെ പരിഹസിക്കലാണ്, അയാൾക്ക് നിരാശ ഇട്ട് കൊടുക്കലാണ്. ഇത് പലപ്പോഴും സംഭവിക്കുന്നതാണ് ഇതുപോലെയുള്ള വാക്കുകൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള എല്ലാ പ്രയോഗങ്ങളും നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്ക് നമുക്ക് കാണാം. അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്: അത്ഭുതങ്ങളിൽപ്പെട്ടതാണ് ഒരു മനുഷ്യൻ ഹറാമുകളിൽ നിന്ന് സൂക്ഷ്മത പാലിക്കും. വ്യഭിചാരം, മോഷണം, അതുപോലെയുള്ള അതിക്രമം, മദ്യപാനം, ഇതിന്നൊക്കെ ഒരാൾ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ടാകും. പക്ഷേ അയാളുടെ നാവിൻ്റെ ചലനത്തിൻ്റെ കാര്യത്തിൽ അയാൾക്ക് സൂക്ഷ്മത പാലിക്കാൻ സാധിക്കുകയില്ല. എത്രത്തോളം അദ്ദേഹം പറയുകയാണ്, ദീന് കൊണ്ട് ചൂണ്ടിക്കാണിക്കപ്പെടാൻ അർഹതയുള്ള, അഥവാ നല്ല ദീനുള്ള 5 നേരം നിസ്കരിക്കുന്ന നല്ല ആളുകളായിരിക്കാം. പക്ഷേ അയാളുടെ സംസാരമെന്നത് അയാൾ ചിന്തിക്കാതെ പലതും പറഞ്ഞിട്ടുണ്ടാകും. ജീവിച്ചിരിക്കുന്ന മരിച്ചുപോയ ആളുകളെ അയാൾ കുത്തി വലിച്ച് പിച്ച് ചീന്തിയിട്ടുണ്ടാകും. എന്നിട്ട് അദ്ദേഹം നേരത്തെ നമ്മൾ കേട്ട ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അവസാനം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ വാക്കും അദ്ദേഹം പറയുന്നുണ്ട്: തകല്ലമ ബികലിമ, ഒരു വാക്കാണ് അയാൾ പറഞ്ഞത്. ഔബഖത് ദുനിയാഹു വ ആഖിറത, ആ ഒരു വാക്ക് അയാളുടെ ദുനിയാവും ആഖിറതവും നശിപ്പിച്ചു കളഞ്ഞു.
ദുനിയാവും ആഖിറവും നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ദീനുള്ള ആളുകൾക്ക് പറ്റുന്നതാണിത്. ദീനുള്ള ആളുകൾക്കും ദീൻ ഉണ്ട്, അല്ലെങ്കിൽ അയാളെ മാതൃകയാക്കപ്പെടാം, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിക്കപ്പെടുന്ന ആളുകളിൽ വരെ ഈ പറഞ്ഞ കാര്യം സംഭവിക്കും. ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും ദീനാണ് എന്ന് പറഞ്ഞ് പല ആളുകളും സംസാരിക്കുന്നത് കാണാം. വളരെ മോശമായ രൂപത്തിൽ ആളുകളെ ആക്ഷേപിക്കുന്ന, അപഹസിക്കുന്ന, പരിഹസിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. ശരിയല്ല. ചിലപ്പോൾ ഒരു വാക്ക് മതി, ആ വാക്ക് ദുനിയാവും ആഖിറത്തും നശിപ്പിച്ചേക്കാം. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും, നമ്മൾ ഓരോരുത്തരും നമ്മുടെ വാക്കുകൾ അളന്ന് മുറിച്ച് തൂക്കി സംസാരിക്കേണ്ടവരാണ്. അത് ക്ലാസ് എടുക്കുന്ന ആളായാലും ദർസ് എടുക്കുന്ന ആളായാലും കേൾക്കുന്ന ആളായാലും ഏതൊരാൾക്കും ഈ പറഞ്ഞതൊക്കെ ബാധകമാണ്. എന്തെങ്കിലും വിളിച്ചു പറയുക എന്നത് ശരിയല്ല, എന്തെങ്കിലും പറയുക എന്നത് ശരിയല്ലാത്തതാണ്. അത് തിന്മ എതിർക്കുമ്പോൾ പോലും ആ സൂക്ഷ്മതകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാവിൻ്റെ എല്ലാവിധ ഷർറുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ അധ്യായം ആ ഹദീസോടുകൂടി പൂർത്തിയായിരിക്കുന്നു. ഇനി അടുത്ത അധ്യായമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അല്ലാഹുവിൻ്റെ ദീൻ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വ അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.